ഓക്കെ. റെക്കോർഡിംഗ് സ്റ്റാർട്ട്. ഓക്കെ. അപ്പോ എന്താ പറയാ? ഇത് പുതിയൊരു ചാനലാണ്. ഒരു ബ്രസീൽ ഫാൻസിന്റെ ഒരു പറ്റം യുവാക്കൾ എല്ലാം ചേർന്നിട്ട് എന്താ പറയാ, പ്രിവ്യൂന്നോ ഒന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ എന്താ പറയാ, നമുക്കിങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഗ്രൂപ്പിൽ ഇങ്ങനെ നമ്മൾ സൊറ പറയുന്ന പോലെ സംസാരിക്കാം. നമ്മളെ കാര്യങ്ങൾ ഇങ്ങനെ ടീമിനെ കുറിച്ച്. ഇപ്പോൾ വേൾഡ് കപ്പ് ആണ്, സ്വാഭാവികമായിട്ടും ഇനി വേൾഡ് കപ്പ് കഴിഞ്ഞാലും ഫുട്ബോൾ ഉണ്ടാവും, കണ്ടന്റ് ഉണ്ടാവും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു സ്പേസ്. അപ്പോൾ ഇപ്പൊ മെയിൻ ആയിട്ട് ഇപ്പൊ ഇന്ന് എനിക്ക് തോന്നുന്നു പറയുന്നത് ഇനിയിപ്പോ റൗണ്ട് ഓഫ് 32 ഫിക്സറായി. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഫിക്സറിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഫിക്സർ ബ്രസീൽ ജപ്പാൻ തന്നെ ആയിരിക്കും. വേറെ ഏതപ്പോ അതേപോലെ ഒരു ഫിക്സർ ഉള്ളത്? എനിക്ക് തോന്നുന്നു ക്രൊയേഷ്യ പോർച്ചുഗലും നല്ലൊരു ഫിക്സർ അല്ല, ആയിരിക്കും തോന്നുന്നു. കളിയില്ലേ മൊറോക്കോ നമ്മുടെ നെതർലാൻഡ്സ് നെതർലാൻഡിന് നെതർലാൻഡിന്റെ മൊറോക്കോ നെതർലാൻഡ്സ് നെതർലാൻഡ് അത് നല്ല കളിയായിരിക്കും. പിന്നെ വേറെ അങ്ങനത്തെ ഭയങ്കര എക്സൈറ്റിംഗ് ഉള്ള വേറെ ഫിക്സേഴ്സ് ഏതാ ഉള്ളത്? 3 കളി മാത്രമേ ഉള്ളൂ ഫിക്സർ കണ്ടിട്ട്. പിന്നെ എല്ലാ കളിയും ബെറ്റർ തന്നെ ആയിരിക്കും. കാരണം 32 ഇനിയിപ്പോ മുതൽ നോക്കൗട്ട് ആണ്, ഡു ഓർ ഡൈ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ, ആരും വെറുതെ വീട്ടിലേക്ക് പോകാന്നുള്ളൊരു മൈൻഡ് എന്തായാലും ഉണ്ടാവില്ല. ചത്ത് കളിച്ച് അവരെ മാക്സിമം കൊടുത്തിട്ട്. അപ്പൊ അവിടെയൊക്കെയാണ് ഈ മറ്റേ ചെറിയ ടീമുകളെ കളി. എനിക്കൊക്കെ ഓർമ്മയുണ്ട് 2014 ലോകകപ്പിലാണ് തോന്നുന്നു നമ്മൾ കാണാത്ത ഇതുപോലത്തെ പേർച്ചുള്ള കളിക്കൊക്കെ കോസ്റ്ററിക്ക പറഞ്ഞ ടീമൊക്കെ അന്ന് എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ ക്വാർട്ടർ ഫൈനൽ വരെ എങ്ങാനും പോയി. നവാസിന്റെ ഒക്കെ ഓരോ ഷൂട്ടൗട്ടില്. ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞു ചെയ്ത് ബ്രസീൽ ശരിക്കും ഇനി ഇമ്പ്രൂവ് ചെയ്യേണ്ട, ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സാധനമാണ് ഈ പെനാൽറ്റിയും ഷൂട്ടൗട്ടും. കാരണം ചില ടീമുകൾ ഇതിനായിട്ട് കളിക്കാൻ വരുന്ന പോലെ ഇനി കളിക്കും. ഇതുവരെയുള്ള ഗ്രൂപ്പ് പോലുള്ള ഇനി വരും. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾക്ക് ഒരു 3-4 കളി അതായത് എല്ലാ ടീംസിന്റെ മാച്ച് മാത്രം നമ്മൾ ഇമ്പോർട്ടന്റ് പറഞ്ഞത്. പക്ഷെ നോക്കൌട്ടിൽ 32 എത്തുക എന്ന് പറഞ്ഞാല് ആ ഏത് ടീംസും പിന്നെ മാക്സിമം അതായത് 90 മിനിറ്റും പിടിച്ചു നിൽക്കും, എക്സ്ട്രാ ടൈമും കളിക്കും. മാക്സിമം ഈ ചെറിയ ചെറിയ ടീമുകൾ ഷൂട്ടൗട്ടിലേക്കാണ് ഓലെ കണ്ടിട്ടുണ്ടാവുക. അത് വലിയ ടീമിന് നന്നായിട്ട് ബാധിക്കും. കാരണം ആ ടൈമിൽ വിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, കാരണം പെനാൽറ്റി ഷൂട്ടൗട്ട് തന്നെ നമുക്കറിയാലോ ഫുട്ബോളിലെ ഒരു ലെക്കാണ്. അത് എത്ര വലിയ ഹൈ പ്ലേയേഴ്സും ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ അതിലേക്ക് ഈ ചെറിയ വേറെ കാര്യമുള്ളത് ഈ കണ്ടിന്യൂ. അല്ല, അതേപോലെ ഈ ചെറിയ ടീമുകളെ നമ്മള് ഇത്ര ഈസി ആക്കിയിട്ട് കണ്ടു കഴിഞ്ഞാലേ അത് വലിയൊരു ഇതിലേക്ക് പോകുന്നറിയ ട്രാപ്പിലേക്ക് പോകും, സംശയമൊന്നുമില്ല. അതുപോലെ എനിക്ക് വേറെ എന്നുള്ളത് എനിക്ക് തോന്നി, ഞാൻ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോഴേ എനിക്ക് തോന്നി ഭയങ്കര ഒരു പ്രോമിസിങ് ആയിട്ട് സൈഡായിട്ട് തോന്നിയത്, ഭയങ്കര കൺവിൻസിങ് ആയിട്ട് തോന്നി ഒന്ന് ഫ്രാൻസ്. കാരണം 60 മിനിറ്റ് വരെ സെനഗലിനായിട്ട് ഒരു നിർഗുണ കളി കളിച്ചിട്ട് അതിനുശേഷം സ്വിച്ച് ഇട്ട പോലെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റി, സ്കോർ ചെയ്യാനും പറ്റി, ആ കളി 3 പോയിന്റ് എടുക്കാനും പറ്റി. അതൊരു ഭയങ്കര അഡ്വാൻറ്റേജ് ആണല്ലോ ഈ നോക്കൗട്ട് പോലത്തെ ടൂർണമെന്റിലെ. വേറൊരു ടീം അതേപോലെ തന്നെ എനിക്ക് തോന്നി കേട്ടോ. പക്ഷെ വേറെ ആൾക്കാർക്കൊന്നും അഭിപ്രായം ഇല്ല. ഇംഗ്ലണ്ടും ഭയങ്കര നന്നായിട്ട് ക്രൊയേഷ്യനായിട്ട് കളിച്ചായിട്ട് തോന്നി. പക്ഷെ ഇംഗ്ലണ്ട് ഈ ലാസ്റ്റ് റൗണ്ടിൽ ഈ രണ്ട് ടീമിന്റെ കളി നിങ്ങൾ ആരും കണ്ടിരുന്നാ? ഫ്രാൻസിന്റെയും ഇംഗ്ലണ്ടിന്റെയും. ഫ്രാൻസിന്റെ കളി എനിക്ക് ഫുൾ ടൈം ഞാൻ കണ്ടിട്ടില്ല, ഇംഗ്ലണ്ടിന്റെയും കണ്ടിട്ടില്ല. ഷാമിൽ കണ്ടിരുന്നാ? കണ്ടില്ലല്ലേ? ഓക്കെ. അപ്പൊ എനിക്ക് ഇംഗ്ലണ്ട് ഇവരൊക്കെ എത്രത്തോളം പോകുന്നുള്ളതൊന്നും അറിയില്ല. അപ്പോ ബ്രാക്കറ്റ് ഒക്കെ വന്നിക്കണം. അപ്പോ ഇനിയിപ്പോ നാളെ എന്താണ് ലൈനപ്പിലൊന്നും വലിയ ചേഞ്ച് ഒന്നും ഇല്ലല്ലോ അല്ലെ? ഇപ്പൊ വരുന്ന റിപ്പോർട്ടൊക്കെ അനുസരിച്ച് കഴിഞ്ഞ സെയിം ലൈനപ്പ് തന്നെ ആവുന്നില്ല. എന്താ തോന്നുന്നത്? അതിനല്ല നല്ലത്. ഞാൻ വേറെ സ്ഥലത്ത് വായിച്ചൊരു സാധനേ, ഈ ജപ്പാന് അതിപ്പോ നമ്മളൊരു പിക്ചറൊക്കെ ആവുന്ന മുന്നേ ഈ ജപ്പാൻ ഇപ്രാവശ്യം കോണറിന്ന് ഗോളുകൾ ഒരുപാട് നേടുന്ന കണ്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഒപ്റ്റന്റെ ഒരു സ്റ്റാറ്റ്സ് കണ്ടിരുന്നു. അതിനുശേഷം ഞാൻ കണ്ട് ടുണീഷ്യക്കെതിരെ എങ്ങാണ്ട് തോന്നുന്നു ഇവന്മാർ 2 ഗോളം എന്താണ്ട് ഹെഡ് ചെയ്തിട്ടൊക്കെ ഈ ഹൈറ്റ് ഇല്ലായ്മ വെച്ചിട്ട് ഹെഡ് ചെയ്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സാധനമൊക്കെ ഉണ്ട്. പിന്നെ അവര് ഭയങ്കര ഹൈപ്പാണ് ഇപ്പൊ ജപ്പാന്. സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ശ്രദ്ധിച്ചറിയില്ലെങ്കിൽ ഭയങ്കര ഹൈപ്പാണ് ജപ്പാന്റെ കോച്ച്. ആ ബോർഡ് ഈ ബോർഡ് അത് കാലാകാലമായിട്ട് ഇതേപോലെ മെയിന് വരുമ്പോ കുറച്ച് ടീമിന് ഇതേപോലെ പൊക്കി അടിക്കും. സ്വാഭാവികമായിട്ട് കളി ബേസിലാണ്, മെറിറ്റ് ആണ്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെ സെർബിയ, അതേപോലെ തുർക്കി, അതൊക്കെ എപ്പോഴും ഭയങ്കര. ഇപ്രാവശ്യം അതേപോലെ കൊറിയനെ കൊറിയനെ ഇതാക്കിക്കൊണ്ട് ഫുട്ബോൾ അല്ലേ. പക്ഷെ ജപ്പാൻ എന്ന ഓലൊരു ഭയങ്കരമായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി, ഓല സ്റ്റിക്ക് ചെയ്ത് നിൽക്കും, ഭയങ്കര പാഷനായിട്ടാ ചെക്കന്മാര്. ആ ഒരു വ്യത്യാസം. പക്ഷെ ക്വാളിറ്റി വൈസ് ഒന്നും നമ്മളെ ഉണ്ട്. നമ്മളിപ്പോ എന്താ പറയാ, ശരിക്കും ആഞ്ചലോട്ടിയുള്ള മാനേജർ സെറ്റ് പീസിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആളല്ല. അതുകൊണ്ടും കൂടിയാണ് നമ്മളെ കോർണേഴ്സ് നമ്മളെ ബോക്സിൽ കിട്ടിയാൽ നമുക്ക് പേടിയാ. കാരണം
എപ്പോൾ കിട്ടിയാലും ഒരു ത്രെറ്റ് എപ്പോഴും ഉണ്ട്. ഗബ്രിയേൽ ഉണ്ട്, മാർക്കിനസ് ഉണ്ട് എന്ന് പറഞ്ഞാലും ടോട്ടൽ നമുക്ക് സെറ്റ് പീസിൽ നമുക്ക് യൂസ് ചെയ്യാനും പറ്റുന്നില്ല, ഡിഫെൻഡ് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് സെറ്റ് പീസ്. അപ്പൊ സെറ്റ് പീസ് അങ്ങനെ വരികയാണെങ്കിൽ നമുക്കൊരു ത്രെറ്റ് തന്നെയാണ് സെറ്റ് പീസ്. അതേപോലെ എനിക്ക് തോന്നുന്നത് അവരെ സ്പീഡ് ഒരു പണിയാവൂലേ, വേഗത, ഭയങ്കര സ്പീഡുള്ള അത് 90 മിനിറ്റും കിടന്ന് ഓടുക, വർക്ക് റേറ്റ്. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മള് ജപ്പാന് എങ്ങനെയാണോ കളിക്കണത് അതിനനുസരിച്ച് ഒരു ഗെയിം പ്ലാൻ ഇറക്കിയിട്ടായിരിക്കും കളിക്കുക. അല്ലാണ്ട് പണ്ട് ബെൽജിയത്തിനെതിരെ പോയിട്ട് നമ്മൾ ഹാഫ് നിന്ന് ഇങ്ങനെ മുട്ടായിടുക, ഓല് മൊത്തം ഒരു 10 ആൾക്കാർ ഡിഫെൻഡ് ചെയ്യുക, എന്നിട്ട് സ്പീഡിൽ പൊട്ടിക്കുക. ആ പരിപാടിക്ക് മിക്കവാറും ആഞ്ചലോട്ടി നിൽക്കലുണ്ടാവില്ല. ആഞ്ചലോട്ടി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഓൾക്ക് പോഷനൊക്കെ കൊടുത്ത് ഇതേപോലെ ഒരു കൗണ്ടർ പ്രാഗ്മാറ്റിക് അറ്റാക്കിന് അങ്ങനെ തന്നെ ആയിരിക്കും കളിക്കുക. അല്ലാണ്ട് നമ്മൾ മൊത്തം പൊസിഷൻ ഇങ്ങനെ ചെയ്ത് അതിൽ കാര്യമില്ല, കഴിയൂല. കാരണം നമ്മൾ എന്ന് പറഞ്ഞാല് ഈ മിഡ് ബ്ലോക്ക് ലോ ബ്ലോക്ക് എന്ന് പറയുക അത് പൊട്ടിക്കാൻ ഒരു എക്സ് ഫാക്ടർ വേണം. വിനീഷ്യസ് ഒന്നും ആ ഒരു എക്സ് അല്ല. ആ എക്സ് എന്ന് പറഞ്ഞാല് മെസ്സി ആ ലെവല് സാധന. മെസ്സി, ഡിബ്രൂയിന്, മോഡ്രിച്ച്. ഇപ്പൊ ഈ അർജന്റീനക്ക് ഈ എന്താ കപ്പ വെറുതെ അല്ലേ, പോലെ അർജന്റീനക്ക് ഒരു ഇഷ്യൂ ആവൂല. കാരണം എന്താ അറിയോ, പോലെ അമ്മാര് ബ്ലോക്ക് ഇടുമ്പോ സ്പെയിൻ അത് പൊട്ടിക്കാൻ കഴിയില്ല. പക്ഷെ മെസ്സിക്ക് ഔട്ട്സൈഡ് ഒരു ബോക്സ് അത് തീരും. ഒരു സിമ്പിൾ ആയിട്ട് ഇടുപോലെ അമ്മ ഓല് എത്ര വലുതാണ്, 3 സമനിലാണ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവിടൊക്കെ വേണ്ടത് എക്സ് ഫാക്ടർ. അങ്ങനത്തെ ടീമിനെതിരെ കളിക്കുമ്പോ ആ ഓൽക്കുണ്ട്. അങ്ങനത്തെ പ്ലേയേഴ്സ് ഉണ്ടാവുമ്പോ കഴിച്ചില്ല. അല്ലാണ്ട് ഈ ലോ ബ്ലോക്ക് ഇട്ട് പിടിക്കുന്ന ടീം പോലെ കൗണ്ടറിൽ അടിക്കുക. ഇപ്പൊ കോങ്കോ നമുക്കെന്താ വെച്ചാൽ ജപ്പാൻ എന്തായാലും ലോ ബ്ലോക്ക് ഇടൂല, സ്പേസ് ഉണ്ടാവും. അതാണ് സ്പേസ് ഉണ്ടാവും. ആ സ്പേസ് നമ്മളെ റണ്ണേഴ്സ് യൂസ് ചെയ്യും. എത്ര പറഞ്ഞാലും ജപ്പാൻ സ്പീഡ് ഉണ്ടെന്ന് പറഞ്ഞാലും വിനീഷ്യസിന് റയാൻ എത്ര ഓടി പിടിക്കാൻ പറ്റിയ പ്ലേയേഴ്സ് ഒന്നും അവിടെ ഇല്ല. അല്ല ഞാൻ നേരത്തെ പറഞ്ഞത് അതാണ്, ഓലെ ഡിഫൻസ് ഇത്ര സംഭവമല്ല. പിന്നെ ഞാൻ ഓലെ കളി കണ്ടത് എനിക്ക് തോന്നിയ എന്താ വെച്ചാല് ഓല് നമുക്ക് കളിക്കാനുള്ള സ്പേസ് പോലെയൊക്കെ ഒന്ന് കിട്ടും. അതെ, മനസ്സിലായോ? അതിപ്പോ നമ്മൾ നെയ്മറിന്റെ പിന്നെ ഒരു റെക്കോർഡ് എടുക്കുന്നുണ്ടായി, ഓൻ ഇത്ര കളിയിൽ നിന്ന് ഇത്ര ഗോൾ നേടി എന്നുള്ള. ആ കളികളൊക്കെ ജസ്റ്റ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. കാരണം അത്രയും സ്പേസ് ഉണ്ട്. ഓന് അടിക്കുന്ന ഗോളുകളൊക്കെ നോക്കിയാൽ മനസ്സിലാവും. അത്രയും സ്പേസ് കിട്ടിയ ബോൾ ക്രിയേറ്റ് ആവുന്ന തന്നെ അത്രയും സ്പേസ് കൂടെയാണ് കയറി പോകുന്നത്. അതൊരിക്കൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അത്ര വലിയ സംഭവമായിട്ട് കാണണ്ടെന്നാണ് എന്റെ അഭിപ്രായം. അങ്ങനെ ആവട്ടെ. അതേപോലെ വേറൊന്ന് എന്താ വെച്ചാല് ഇവന്മാരെ പേര് ശ്രദ്ധിച്ചിക്കണ ശരിക്ക് അതിലിപ്പോ ആകെ എല്ലാവർക്കും അറിയാവുന്ന ടോമിയാസിന് അറിയുണ്ടാവും, പിന്നെ എൻഡോന് അറിയുണ്ടാവും, ഇങ്ങനെ പ്രീമിയർ ലീഗ് കളിക്കണേ. ബാക്കിയുള്ള ഓരോ പ്ലേയേഴ്സിന്റെ ഒരു കുബോ എന്ന് പറഞ്ഞ പ്ലെയർ ഉണ്ട്, പണ്ട് റയലിലൊക്കെ ഉണ്ടായിരുന്ന, നെക്സ്റ്റ് ജപ്പാൻ മെസ്സി എന്നൊക്കെ പറഞ്ഞ പ്ലെയറാണ്. ബാക്കിയുള്ള ഒരുവിധ പ്ലേയേഴ്സിന്റെ പേര് തന്നെ ആർക്കും അറിയില്ല. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരു ഇഷ്യൂ ഉണ്ട് എന്തായാലും. അല്ല അതില് പിന്നെ വേറെ ഒന്നും കിട്ടാ ഒരു കാര്യം ഉണ്ട്, അവരെ കീപ്പർ വലിയ മോശമില്ലാത്തൊരു കീപ്പറാ തോന്നുന്നുണ്ട്. സുസുക്കി അവൻ പാമ എന്ന് പറഞ്ഞിട്ടുള്ള സീരിയ സൈഡിലാണ്. അവന് നല്ല റൂമേഴ്സ് ഒക്കെ വന്നിരുന്നല്ലോ, വലിയ വലിയ ക്ലബ്ബൊക്കെ റൂമേഴ്സ് ലിങ്ക് വന്നു ചെയ്തിട്ടുണ്ട് കണ്ടിട്ട്. അവൻ ശരിയാ, നല്ല ഒരു ഇതായിരിക്കും. പിന്നെ എന്തായിരിക്കും സ്കോർ പ്രൊഡിക്ഷൻ എത്ര തോന്നുന്നത്? ഞാനൊന്നുമില്ല, ഞാൻ 3-ൽ കുറഞ്ഞിട്ട് ഞാൻ പ്രതീക്ഷിക്കണില്ല. 3-0 നമ്മൾ ഒരു ഗോൾ ചിലപ്പോ ചെയ്തേക്കാം. പക്ഷെ എന്തായാലും ബ്രസീൽ 3 അടിക്കും, സിമ്പിളായിട്ട് തൂക്കും. 3-ൽ മുകൾക്ക് ചിന്തിച്ചാൽ മതി എന്നാണ് എന്റെ അഭിപ്രായം. ഷാമിലേ? ഷാമില് 2-1 ഉണ്ട് ഷാമിന്റെ മനസ്സില്. ഷാമിന്റെ മോനെ കരയുന്നു.